താൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്ത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. കഴിഞ്ഞ വർഷം സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ക്രമക്കേടുണ്ടായത് 2019-ലാണ്. പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതും സ്വർണം ചെമ്പെന്ന് തിരുത്തിയതുമാണ് 2019-ലെ ക്രമക്കേട്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന് പങ്കില്ലെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. തന്ത്രിയും ഭരണസമിതിയുമാണ് ഇതിന് ഉത്തരവാദികൾ. ഈ ക്രമക്കേട് കഴിഞ്ഞ വർഷം നടന്നിട്ടില്ല. അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് താൻ അറിഞ്ഞില്ലെന്നും തന്നെ അറിയിക്കേണ്ട കാര്യമില്ലെന്നും വി എൻ വാസവൻ പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം വിശദീകരിച്ചത്. അവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബറിലാണല്ലോ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിയുകയും അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അത് ഹൈക്കോടതി അറിഞ്ഞതോടുകൂടിയാണ് ഈ സംഭവം വെളിയിൽ വന്നത്. ദേവസ്വം വകുപ്പിന് ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇതേക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല? നമുക്ക് അങ്ങനെ അറിയേണ്ട കാര്യമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയറിങ്ങോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പൂജാകർമ്മങ്ങളോ ഇതൊക്കെ നടക്കുന്നത് അവിടുത്തെ തന്ത്രികളുടെ നിർദ്ദേശം അനുസരിച്ച് ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കലാണ് അവരുടെ ധർമ്മം. അത് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുമില്ല, അറിയാനുള്ള അവകാശം നമുക്കുമില്ല. ഇതാണ് ഇതിനകത്തെ വസ്തുത. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അദ്ദേഹം മറ്റു വഴികളിലൂടെ അറിയിച്ചിരുന്നില്ല. അല്ല, അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പക്ഷെ അറിഞ്ഞിരുന്നില്ല. ഗവൺമെന്റ് പറഞ്ഞതല്ല, അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. ഗവൺമെന്റ് ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അറിയിക്കേണ്ടത് ഗവൺമെന്റ് അറിയിച്ച് അത്തരം കാര്യങ്ങൾ. അത് ശരിയാണ്. പക്ഷെ എങ്കിലും അദ്ദേഹവുമായിട്ടും ഒന്നും ഒരു ആശയവിനിമയം നടത്തേണ്ട ആവശ്യമില്ല. അല്ല, സർക്കാരിന് അതിനകത്തൊരു ബന്ധവും ബാധ്യതയും ഇല്ല. ഒരു കാര്യത്തിലും അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അവരിവിടെ ശമ്പളം പറ്റുന്നില്ല, നമ്മൾ വെച്ച ആളല്ല. അതൊക്കെ കോടതി പറഞ്ഞ് ഒഴിയുമെങ്കിലും അവിടെയുള്ള ഒരു ധാർമ്മികത എന്നൊരു ധാർമ്മിക നിങ്ങൾ പറയുന്ന ഒരു ധാരണയില്ലായ്മ നിങ്ങൾക്ക്. 500 പവൻ അവിടെ നിന്ന് മോഷണം പോയിട്ട് ഇത് ദേവസ്വം വകുപ്പ് അറിഞ്ഞിട്ടില്ല, ദേവസ്വം മന്ത്രിക്ക് ഒരു ബോധ്യവുമില്ല, എനിക്കൊരു എന്റെ ബാധ്യതയില്ല എന്ന് പറയുമ്പോൾ അതിനോട് ചോദിക്കും. നിങ്ങൾ വീണ്ടും ഒരു വിവരക്കേട് പറയുന്നു. 500 പവൻ പോയെന്ന് പറയുന്നത് എപ്പോഴാണ്? 2017, 2019 ഈ കാലഘട്ടത്തിലൊന്നും ഞാൻ മന്ത്രിയല്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്തിലെ ഒരു വർഷമാകുന്നേ ഉള്ളൂ. അന്ന് ഈ മന്ത്രി ഇത് അറിഞ്ഞിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം പിന്നെ അവിടുത്തെ തന്ത്രിയാണ് ഇത് കൊടുത്തുവിടുന്നത്, ഇതിന് കത്ത് കൊടുക്കുന്നത്. തന്ത്രി കൊടുത്തുവിടുന്നു, ചുവന്നുകൊണ്ട് പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുമായി ബന്ധപ്പെട്ട ആളുകൾ. തന്ത്രിക്ക് ഇഷ്ടമുള്ളവരുടെ അരികിലാണ് ഇത് കൊണ്ടുപോയി ബാക്കി സ്വർണം ഉരുക്കുന്നതും മാറ്റുന്നതും വേർപെടുത്തുന്നതുമെല്ലാം. ഇത് നടന്നിട്ടുള്ളത് 2017, 2019 നടന്നിട്ടുള്ളത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് മന്ത്രി. അപ്പൊ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലാകെ പോയിട്ട് അറിയാവുന്നത് ഈ തിരുവനന്തപുരംകാരൻ എന്ന രൂപത്തിൽ വിളിച്ചപ്പോൾ ഏതോ കാര്യത്തിന് വീട്ടിൽ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പറഞ്ഞതല്ല, എനിക്ക് വേറൊന്നും അറിയില്ല. മറിച്ച് നിയമപരമായി നിങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യത്തിലും മന്ത്രി അറിയേണ്ടതില്ല. അത് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അധികാരമാണ് അവിടെ കൊണ്ടുപോകുന്നത്. അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടി ഇത് കൊണ്ടുപോകാനും പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവർ ഈ പുതിയ 2024 കൊണ്ട്. അതുകൊണ്ടാണ് ഇതിന് വേറെ തർക്കമില്ലാതെ വന്നത്, കോടതി അംഗീകരിച്ചു. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം 2019 കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ മഹസർ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ആ കാര്യത്തിൽ പക്ഷേ അന്നത്തെ ബോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ 2024-25 ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തതെന്നു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും തന്ത്രിയെയും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഓഫീസറെയും എല്ലാം സാക്ഷി നിർത്തി നന്നായി വീഡിയോ എടുത്ത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി മഹസർ തയ്യാറാക്കി കൊണ്ടുപോയ വഴിക്ക് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വാഹനത്തിൽ സുരക്ഷാ സമയം കൂടി കൊണ്ടുപോയി. താങ്കൾ മന്ത്രിയായ സമയത്ത് അതെ അങ്ങനെയാണ്. താങ്കൾ അറിയേണ്ട കാര്യമില്ല. അത് ഞാൻ അറിയേണ്ട കാര്യമില്ല. അതും അവർ തന്നെയാണ് ചെയ്തത്. അവർ കൊടുത്ത വഴിയാണ് പറഞ്ഞത്. അവർ വിശദീകരിച്ച കാര്യം അവരങ്ങനെ കൊണ്ടുപോയി തിരിച്ചത് കോടതിയിൽ അവരങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു. 2024-25 കാലഘട്ടത്തിൽ സംഭവിച്ചത് 2019 എന്ത് സംഭവിച്ചോ അതിനെ റെഗുലറൈസ് നിങ്ങൾ വായിച്ചു. 2024-25 അനാവശ്യ ധൃതി കാട്ടിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇങ്ങനെ എന്തിനാ അതൊരു പരിശോധിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ കാട്ടിയെന്നല്ല പറഞ്ഞു. ഇങ്ങനെ ധൃതി കാട്ടി മണ്ഡല മകരവിളക്ക് 2024-25 കാലഘട്ടത്തിൽ കൊണ്ടുപോയത് 2024-25 കാലഘട്ടത്തിൽ കൊണ്ടുപോയി പരിശോധിക്കുക ഇതിലുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ തന്നെ പറഞ്ഞു. അതുവേണം നമ്മൾ എഴുതി കൊടുത്തു. പരിശോധനയിലേക്ക് പോകുന്നില്ല. എഴുതി കൊടുത്തു. നിങ്ങൾ പറഞ്ഞ തെറ്റാണത്. ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടത്. ആ പരിശോധനയ്ക്ക് പോയി ദേവസ്വം ബോർഡിന്റെ മൊഴിയൊക്കെ പോയി എടുത്തല്ലോ, അവർ ചോദ്യം ചെയ്തില്ലോ. പരിശോധിച്ചൊന്നും കണ്ടെത്തിയില്ല. കണ്ടെത്തിയില്ല. കൃത്യമായ തൂക്കമുണ്ട്.
കൃത്യമായി മുഴുവൻ വീഡിയോയിലുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള മാറ്റമില്ലെന്നാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ കണ്ടെത്തിയതും അത് മുഴുവൻ വീഡിയോ ചിത്രീകരണമാണ്. പക്ഷെ നിയമത്തിന്റെ വഴിയെ പോകണമെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് ആ സന്നിധാനത്ത് വെച്ച് ഈ അറ്റകുറ്റപ്പണികൾ നടത്താത്തത്? മാനുവൽ അനുസരിച്ച് സന്നിധാനത്ത് തന്നെ അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്, ഞാൻ ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല ഇല്ലേ? ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഡേ ടു ഡേ ബിസിനസ്സിലോ ഇതെടുത്തുകൊണ്ട് പോയി ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും നമ്മളെ അറിയിക്കുന്നില്ല, നമുക്കറിയാനുള്ള അവകാശമില്ല, നിയമപരമായി ഇടപെടാനുള്ള അവകാശമില്ല. അവിടെ മറ്റേതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടെന്നെങ്കിലും പരാതി തന്നാൽ അപ്പോൾ ഇടപെടുന്ന രൂപത്തിലേക്ക് നമുക്ക് വരാനുള്ള അവകാശത്തിൽ. അതായത് അവരെന്ത് വേണേലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെയും ഈ മന്ത്രിസഭയാണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതെ വരിക. എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു ദേവസ്വം ബോർഡിന് പരമാധികാരമാണ്. ആ പരമാധികാരത്തിൽ അവർ ചെയ്യുന്ന കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാനോ അവരിങ്ങോട്ട് വന്ന് ചോദിച്ച് എവിടെ കൊണ്ടുപോകണം ചോദിക്കാനോ ഒന്നും അവർക്ക് ബാധ്യതയില്ല. നിയമം അതാണ് എഴുതി വെച്ചിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നിങ്ങൾ വീണ്ടും പറഞ്ഞു തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഈ മാനുവൽ എഴുതിയേക്കുന്നത് സന്നിധാനത്ത് എവിടെയും കൊണ്ടുപോകരുത്. അത് ആ മാനുവൽ വെച്ച് വേണം ചെയ്യാൻ. ആ കാര്യത്തിൽ എനിക്ക് 2019 ഏത് സമയത്തായിരുന്നാലും മാനുവൽ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.